തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെക്കുറിച്ച് പരാതികളുള്ള സ്ഥാനാർത്ഥികളുമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥിക്ക് വലിയ പരാതിയായിരുന്നു. തൻ്റെ ബൂത്ത് കമ്മിറ്റി പ്രവർത്തകരാരും തന്നെ തൻ്റെ പ്രചരണത്തിന് വേണ്ടി വരുന്നില്ല. ഇക്കണക്കിനാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നതെങ്കിൽ ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ പോകും, തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന തരത്തിലുള്ള പരാതി പറച്ചിലൊക്കെ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലടക്കം വാർത്തകളിലായി വന്നതൊക്കെ കണ്ടതാണ്. ഈ ഒരു ദിവസം കഴിഞ്ഞ ദിവസം പരാതി ഉയർത്തിയിരിക്കുന്നത് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥിയാണ്. G. കൃഷ്ണകുമാറിനാണ് ഇത്തരത്തിലൊരു പരാതി. തനിക്ക് വേണ്ടി പോസ്റ്റർ വിതരണം നടത്തുന്നില്ല എന്നാണ് G. കൃഷ്ണകുമാറിൻ്റെ പരാതി. ഇത് സംബന്ധിച്ച് ജില്ലാ നേതൃത്വത്തിന് അദ്ദേഹം പരാതി നൽകി. ജില്ലാ നേതൃത്വം നിസ്സഹകരണം കാട്ടുന്നതായും സ്ഥാനാർത്ഥിയുടെ പരാതി. അതേസമയം BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ നീക്കമെന്നാരോപിച്ച് ഊമക്കത്തും ഈ മണ്ഡലത്തിൽ പ്രചരിക്കുന്നുണ്ട്. കൊല്ലത്ത് BJPയുടെ സ്ഥാനാർത്ഥി കുപ്പായമിട്ട് കാത്തിരുന്ന ആൾ 2 മാസം മുമ്പ് 2500 ഫ്ലക്സ് ബോർഡ് നിർമ്മിക്കാൻ ചാത്തന്നൂരിൽ ഓർഡർ നൽകിയെന്നും ഈസ്റ്റർ ആശംസാ കാർഡുകൾ ഈസ്റ്ററിന്റെ അന്ന് വൈകിട്ട് 6 മണിക്ക് ബൂത്തുകളിൽ എത്തിച്ചിട്ടും വിതരണം ചെയ്തില്ലെന്നും 400ഉം 500ഉം വീടുകളുള്ള ബൂത്തിൽ 40 നാമനിർദ്ദേശ അറിയിപ്പ് ലഘുലേഖകൾ നൽകിയെങ്കിലും അത് വെച്ചെടുത്ത് തന്നെ ഇരിക്കുന്നുവെന്നും ഉത്സവങ്ങളും പൊങ്കാലകളും തുടങ്ങിയ 10ഓളം ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോകാതെയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തീയതി വോട്ടർമാരെ അറിയിക്കുന്ന ലഘുലേഖയിൽ തീയതി പോലും തെറ്റിച്ചടിച്ചുകൊണ്ട് കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നവർ പ്രചരണം അട്ടിമറിക്കുകയാണെന്നാണ് ആക്ഷേപം. NDA സ്ഥാനാർത്ഥിയായ തന്റെ പോസ്റ്റർ വിതരണം ചെയ്യുന്നില്ലെന്നും പ്രചരണ രംഗത്ത് ജില്ലാ നേതൃത്വം നിസ്സഹകരണം കാട്ടുന്നതുമായുള്ള സ്ഥാനാർത്ഥിയുടെ പരാതിയിൽ RSS ഇടപെട്ടതായിട്ടാണ് വിവരം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ RSS നേതൃത്വം പ്രത്യേകമായ ഒരാളെ നിയോഗിച്ചതായും സൂചനയുണ്ട്. BJP ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും സ്ഥാനാർത്ഥി ആവുകയെന്നായിരുന്നു വിവരം. ഇതിനെ വെട്ടി പാർട്ടി നേതൃത്വം നടൻ കൂടിയായ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള അതൃപ്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ നിസ്സംഗതയ്ക്ക് കാരണമെന്നാണ് കൃഷ്ണകുമാർ അനുകൂലികളുടെ പരാതി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.